ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്ഷുദ്രസിദ്ധികൾ, അതായത് 5 സിദ്ധികളുടെ ഒരു കൂട്ടമാണ് ക്ഷുദ്രസിദ്ധികൾ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ത്രികാല ജ്ഞാനസിദ്ധി. ഈ ഒരു സിദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സാധകന്മാർ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത്. ചില മന്ത്രങ്ങളുടെ ഉപാസന കൊണ്ട് ഇത്തരം സിദ്ധികൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിന് കഠിനമായ പ്രയത്നം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ത്രികാല ജ്ഞാന സിദ്ധി എന്ന് പറയുന്നത് ഭൂതം, ഭാവി, വർത്തമാനം, ഒരു മനുഷ്യന്റെ ഭൂതം, ഭാവി, വർത്തമാനമൊക്കെ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സിദ്ധിയാണ് ത്രികാല ജ്ഞാനസിദ്ധി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. കർണപിശാചിനി എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്, കർണപിശാചിനി മന്ത്രം. ഈ മന്ത്രം ഉപാസിക്കുന്ന ഉപാസകന് ഈ ത്രികാല ജ്ഞാനസിദ്ധി ഉണ്ടാവാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. 99% ഈ ഒരു ഈ കർണപിശാചിനി മന്ത്രം ഉപാസകന് സാധിക്കുന്നതാണ്. ക്ഷുദ്രസിദ്ധികളിൽ രണ്ടാമത് വരുന്ന സിദ്ധിയാണ് അദ്വന്ദ്വത സിദ്ധി. ഈ സിദ്ധി ലഭിച്ച സാധകന് മഴ, മഞ്ഞ്, വെയില് ഇവയൊന്നും ഏൽക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാലാവസ്ഥയെ നമുക്ക് സുന്ദരമായിട്ട് ആ കാലാവസ്ഥയിലൂടെയൊക്കെ നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കും. ക്ഷുദ്രസിദ്ധികളിൽ മൂന്നാമത് വരുന്ന സിദ്ധിയാണ് പരചിത്താഭിജ്ഞത സിദ്ധി. ഈ സിദ്ധി ലഭിച്ച സാധകന് മറ്റൊരാളുടെ മനസ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം പോലും നമുക്ക് പെട്ടെന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് ഈ ഒരു സിദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷുദ്രസിദ്ധികളിൽ നാലാമത് വരുന്ന സിദ്ധിയാണ് പതിഷ്ടംഭം സിദ്ധി. ഈ സിദ്ധി ലഭിച്ച സാധകന് ചൂട്, വിഷം, അഗ്നി, വായു, സൂര്യൻ എന്നിവയൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ക്ഷുദ്രസിദ്ധികളിൽ അവസാനത്തെ സിദ്ധിയാണ് അപരാജയ സിദ്ധി. ഈ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ നമ്മളൊരു കേസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായിട്ടോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സിദ്ധി ലഭിച്ച ഉപാസകൻ അല്ലെങ്കിൽ ഈ സിദ്ധി ലഭിച്ചു കഴിഞ്ഞ സാധകന് ഒരു തടസ്സവും കൂടാതെ ജയത്തിലേക്ക് എത്താൻ സാധിക്കും. അതിനുള്ള ഒരു കഴിവിനെയാണ് ഈ ഒരു സിദ്ധി കൊണ്ട് സൂചിപ്പിക്കുന്നത്.